Hey there guys, welcome back to Train Logics. നമ്മളിന്ന് ഈ ഒരു റേഞ്ച്, അതായത് റെഡ് ലൈനിന് ആ ഒരു ഭാഗത്തെത്തുമ്പോഴേക്കും നമ്മൾ ട്രേഡ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിലും ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് റീസൺ എന്ന് വെച്ചാൽ, നോക്കിക്കേ, കഴിഞ്ഞ ഒരു സ്വിംഗ് ലോ ഉണ്ടാക്കിയതിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്നൊരു അപ്സൈഡ് മൊമെൻറ്റം കാണിച്ചു തുടങ്ങിയിരുന്നു. അതിനുശേഷം നല്ലൊരു റെസിസ്റ്റൻസ് നമുക്ക് ഈ ഒരു പോയിന്റിൽ കിട്ടുന്നുണ്ട്. പോരാത്തതിന് ഈ ഒരു ക്യാൻഡിൽ റിലവൻസ് നോക്കിക്കേ, അതായത് 19th February 2025 ഈ ക്യാൻഡിൻ്റെ റിലവൻസ് ഈ ഒരു ഭാഗത്ത് വരുമ്പോഴേക്കും ഈ ഒരു പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ഏരിയയെ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും വോളിയം ബ്രേക്കൗട്ട് തരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു പോർഷൻ. അപ്പം നെക്സ്റ്റ് വീണ്ടും ഈ ഒരു പോർഷനിലോട്ട് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ മാർക്കറ്റിലോട്ട് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം, എൻട്രി കിട്ടോ ഇല്ലേ എന്ന് രണ്ടാമത്തെ കാര്യം. നമുക്ക് ആദ്യം അനാലിസിസ് ഒക്കെ പക്കയാണെന്ന് നോക്കി വയ്ക്കാം. അതിനുശേഷം നമുക്ക് 5 മിനിറ്റിലോട്ട് പോവാം. എന്താണ് അവിടെ നടക്കുന്ന പ്രൈസ് ആക്ഷൻ നോക്കാം. കണ്ടോ, അവിടെ വരുമ്പോഴേക്കും, അതായത് ആ ഒരു പോർഷനിലോട്ട് എത്തുമ്പോഴേക്കും നമ്മുടെ വോളിയം എലിവേറ്റ് ആയത് കണ്ടോ, അത് പ്രോപ്പറായിട്ടുള്ള റെസിസ്റ്റൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിന് നമുക്ക് ബ്രേക്കൗട്ടായി പോകണം. ഇതിന് ചാൻസസ് ആർ ഹൈ ആണ്. ബ്രേക്കൗട്ടായി പോകണം. പോയതിന് ശേഷം ഈ ഒരു ലെവലിൽ തിരിച്ച് താഴോട്ട് വരികയാണെങ്കിൽ വി വിൽ ഷോർട്ട്. അത്രയാണ്, സിമ്പിളാണ്. ട്രേഡുകളെല്ലാം എപ്പോഴും സിമ്പിളായിട്ട് നോക്കുക. ഈ ഒരു ഏരിയയാണ് നമുക്ക് നോക്കേണ്ടത് കേട്ടോ. ഈ ഒരു ഏരിയ മാർക്ക് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. നമ്മുടെ ട്രേഡിൻ്റെ ലെവൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. താഴോട്ട് പോട്ടെ മുകളിലോട്ട് പോട്ടെ നോക്കണ്ട. ചിലപ്പോൾ ട്രേഡ് മിസ്സായെന്നിരിക്കും, വലിയ വിഷയമാകണ്ട. പക്ഷേ നമ്മളിപ്പം ചാടിക്കയറി ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ FMO, അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ എപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഗ്രഡ്ജ് അടിച്ച് വീണ്ടും ട്രേഡ് എടുത്തുകൊണ്ടേയിരിക്കാനായിട്ടുള്ള ട്രേഡിങ് ടെൻഡൻസി വരും. അപ്പോൾ വെള്ളിയാഴ്ച എനിക്കതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, മാക്സിമം വെയിറ്റ് ചെയ്യുന്നുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ട്രേഡ് വർക്കൗട്ട് ആവുന്നുള്ള കാര്യം. അപ്പോൾ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. നേരത്തെ ട്രേഡ് എടുക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ ടാറ്റ മോട്ടോഴ്സ്, അത് നമ്മൾ ട്രേഡ് കിട്ടിയില്ല കേട്ടോ. അത് നല്ല രീതിക്ക് അവിടെ നിന്ന് മേളിൽ പോയിട്ട് താഴെ വരുവാണെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. അത് കിട്ടിയില്ല. പക്ഷേ ടാറ്റ സ്റ്റീലിൽ നമുക്കൊരു നല്ലൊരു ലെവലിൽ നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ടേ, ഈ ഒരു ലെവലിൽ താഴോട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒരു പ്രോഫിറ്റിലായിട്ട് നിൽക്കുകയാണ്. നമുക്ക് അതിങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് നോക്കാം. റീസൺ എന്ന് വെച്ചാൽ കണ്ടോ, ഈ ക്യാൻഡിലാണ് നമ്മുടെ റിലവൻറ്റ് ക്യാൻഡിലേ, അതായത് 29th May. ആ മെയ്യിലെ ക്യാൻഡിലിൽ നല്ല രീതിക്കൊരു റിജക്ഷൻ താഴോട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് വോളിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കൺസിക്യൂട്ടീവായിട്ട് വരുന്ന ബാറിന് ശേഷം വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബൈ ക്യാൻഡിലായിരുന്നു അത്. അപ്പോൾ അത് സ്വാഭാവികമായി നല്ല രീതിക്ക് ബൈ നടക്കേണ്ടിയിരുന്നു, പക്ഷെ നടന്നില്ല, താഴോട്ട് പോയി. അപ്പോൾ അതിനുശേഷം താഴോട്ട് വരുമ്പോഴേക്കും മാർക്കറ്റ് ഒരു നെഗറ്റീവ് ഫീൽഡിലോട്ട് കടക്കുകയാണ് ചെയ്തിരുന്നത്. സോ അതിനുശേഷം താഴോട്ട് വരുന്ന പോയിന്റുകളിൽ നെഗറ്റീവ് ഫീൽഡാണ്. നമുക്ക് ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ട്രേഡ് എടുത്താണ് കേട്ടോ. ഏതൊരു കേസ് വെൽക്കം ബാക്ക്. നമ്മുടെ ട്രേഡ് അത്യാവശ്യം റണ്ണിങ്ങിലാണ് കേട്ടോ, പ്രോഫിറ്റിലാണ്. 6000 ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്തിട്ടുള്ളത്. ഇത്തവണ 4000 രൂപ അടുപ്പിച്ച് പ്രോഫിറ്റ് പോകുന്നുണ്ട്. 4000 ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും ചെറിയൊരു റിക്കവറിയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താ ടാർഗറ്റ് തരുമോ സ്റ്റോപ്പ് ലോസ് തരുമോ അറിയില്ല, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാമെന്ന് കേട്ടോ. ടാർഗറ്റ് നമുക്ക് കുറച്ച് താഴെ തന്നെ ആയിരിക്കണം വയ്ക്കേണ്ടത്. മിക്കവാറും ടാർഗറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. കണ്ട, നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ടേ, തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. അതാണ് കണ്ടോ, ഇന്ന് 1800 രൂപ മാത്രമായിരുന്നു നമ്മുടെ റിസ്ക്. റിവാർഡ് നോക്കുമ്പോഴേക്കും ഇപ്പോൾ തന്നെ ഏകദേശം 6200 രൂപ പ്രോഫിറ്റ് ഉണ്ട്. അത്രയാണ്. ഇതുപോലെ റിസ്ക് റിവാർഡ് വെച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സൈഡിൽ ഫേവറുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ഫേവർ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ട്രേഡ് നമ്മൾ ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കും. എത്രയും പെട്ടെന്ന് ഗ്രാബ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എൻ്റെ പാട്ടിന് പോകും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, സീ നെക്സ്റ്റ് വീഡിയോ, ബൈ.